കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായ 3 മലയാള സിനിമകളാണ് ദാവീദ്, പൈങ്കിളി, ബ്രൊമാൻസ്. ഈ 3 സിനിമ കണ്ടപ്പോഴും എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കൂടെ പറയുന്നത്. ഞാൻ ആദ്യം കണ്ട സിനിമ ദാവീദാണ്. ദാവീദ് എന്ന സിനിമ എനിക്കൊരു എബോവ് ആവറേജ് ഫിലിമായിട്ടാണ് തോന്നിയത്. രണ്ടാമത് കണ്ടത് ബ്രൊമാൻസാണ്. ബ്രൊമാൻസ് എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. പൈങ്കിളിയും എനിക്കൊരു ആവറേജ് മൂവി എന്ന നിലയിലാണ് ഞാൻ വിലയിരുത്തുന്നത്. ആദ്യം കണ്ട ദാവീദ് ഒരു സ്പോർട്സ് റിലേറ്റഡ് മൂവി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരം ഊഹിക്കാവുന്ന ക്ലീശ സാധനങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിൽ വന്നുകൊണ്ട് മാത്രമാണ് ആ സിനിമ ഒരു എബോ ആവറേജ്, ഒരു ഗുഡ് എന്ന രീതിയിലേക്ക് പോവാണ്ടിരുന്നത്. പക്ഷേ ബ്രൊമാൻസിലേക്ക് വരുമ്പോൾ ഈ സിനിമ നമ്മുടെ പ്രേമലുവിലെ അമൽ ഡേവിസായിട്ട് അഭിനയിച്ച സംഗീതിൻ്റെ ഒരേ ഒരു അഭിനയം കൊണ്ട് മാത്രമാണ് ഈ സിനിമ ആവറേജ് എന്ന നിലയിലേക്ക് എത്തിയത്. സംഗീതിൻ്റെ ഒരുപാട് കൗണ്ടർ കോമഡികൾ ഈ സിനിമയുടെ ഉടനീളം നമുക്ക് അവസാനം വരെ കാണാവുന്നതാണ്. പക്ഷേ ഈ സിനിമയിൽ അഭിനയിച്ച മറ്റ് താരങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല, അവരുടെ ഓവർ ആക്ടിങ്, ചിലതരം ഓവർ ആക്ടിങ്ങൾ മൂലം ഈ സിനിമ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പാവേണ്ട ചില ഭാഗങ്ങളിൽ ഈ സിനിമ ഡൗൺ ആയിട്ട് പോയിട്ടുണ്ട്. അതാണ് കുറേ പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്കുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും വിചാരിക്കാവുന്ന, എല്ലാവർക്കും ഊഹിക്കാവുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സും ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ പൈങ്കിളിയിലേക്ക് വരുമ്പോൾ സിനിമ ഉടനീളമാണ് ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ കോമഡി, ഹൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തി ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് കോമഡികൾ ഈ സിനിമയിൽ ചില സമയങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. അത് നല്ല ഒരു അഭിനയവും ഈ സിനിമയുടെ എല്ലാ ആൾക്കാരും, ഇത് മറ്റേ സിനിമയിൽ ബ്രൊമാൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാളുടെ അഭിനയം കൊണ്ട് മാത്രമാണ് സിനിമ ഉയർന്നെങ്കിൽ ഇത് എല്ലാവരുടെയും കൂട്ടായ അഭിനയം കൊണ്ട് തന്നെ ഈ സിനിമ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ ഉയർന്നെങ്കിലും ഈ സിനിമ ആവറേജ് പിടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ എല്ലാം കൈവിട്ട് പോയി. ഓവർ ആക്ടിങ് എല്ലാ നടന്മാരുടെയും കയ്യിൽ നിന്ന് സാധനം കൈവിട്ട് പോയി. അതുവരെ ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ഇൻ്റർവെല്ലിൽ പകുതിയോളം അതിനുശേഷവും വളരെ നല്ല രീതിയിൽ അഭിനയിച്ച് പോകുന്ന പല ആൾക്കാരും സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എല്ലാ ആൾക്കാരും കൈവിട്ട് പോയി. അഭിനയം ഒരു വിധത്തിൽ ഫുൾ കൈവിട്ട് പോയ രീതിയിലായിരുന്നു അവസാനം എല്ലാവരുടെയും. ലാസ്റ്റ് ക്ലൈമാക്സ് ഒടുവിൽ കൊളാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇറങ്ങിയ 3 സിനിമകളിലും കുറച്ചും കൂടി മികച്ചതായിട്ട് നിൽക്കുന്നത് ദാവീദ് എന്ന സിനിമ തന്നെയാണ്. അതിനുശേഷം ഞാൻ പൈങ്കിളിയാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ബ്രൊമാൻസാണ് കുറച്ചുകൂടി മൂന്നാമത്തെ ഇതിലേക്ക് ഞാൻ കണക്കാക്കുന്നു. കാരണം പൈങ്കിളിയിൽ ഉടനീളം നമുക്ക് ചിരിക്കാൻ പറ്റും. അതിൽ എല്ലാ ആർട്ടിസ്റ്റും നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ബ്രൊമാൻസിലേക്ക് വരുമ്പോൾ ഒരേ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് നമ്മൾ ചിരിപ്പിക്കുന്നത്. പിന്നെ പല സ്ഥലങ്ങളിലും സിനിമ ഡൗൺ ആയി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. പൈങ്കിളി ക്ലൈമാക്സ് മാത്രമാണ് ഡൗൺ ആയിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാവീദും, സെക്കൻഡ് പൈങ്കിളി, തേർഡ് ബ്രൊമാൻസ്.